എർത്ത് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയ നടനാണ് ടൊവിനോ തോമസ്. ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മുൻനിര നായകനിലേക്കുള്ള ടൊവിനോ തോമസിന്റെ വളർച്ച ആർക്കും പ്രചോദനമാകുന്നതാണ്. സിനിമയിൽ ബന്ധങ്ങളോ വേരുകളോ ഇല്ലാതെയാണ് ടൊവിനോ കടന്നു വരുന്നത്. ചെറിയ വേഷങ്ങളിലൂടെയാണ് അഭിനയം ആരംഭിക്കുന്നത്. പിന്നീട് വില്ലനായും സഹനടനായും അഭിനയിച്ച് കയ്യടി നേടി. എബിസിഡിയിൽ വില്ലനായും എന്ന് നിന്റെ മൊയ്തീനിൽ സഹനടനായും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടി. പിന്നാലെ ടൊവിനോയെ തേടി നായക വേഷങ്ങൾ എത്തുകയായിരുന്നു. ഇന്ന് മലയാള സിനിമയിലെ മിന്നും താരമാണ് ടൊവിനോ തോമസ്. ഗോദയും ഗപ്പിയും മിന്നൽ മുരളിയും തല്ലുമാലയുമൊക്കെ അഭിനയിച്ച് മലയാളവും കടന്ന് പാൻ ഇന്ത്യൻ റീച്ചുള്ള നായകനായി ടൊവിനോ വളർന്നിരിക്കുന്നു. ഇപ്പോഴിതാ ടൊവിനോയുടെ പുതിയ സിനിമയും റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോഴിതാ ടൊവിനോ തന്റെ പ്രണയത്തെക്കുറിച്ചും ഭാര്യ ലിഡിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ്. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ടൊവിനോ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചത്. ടൊവിനോയും ലിഡിയയും സഹപാഠികളായിരുന്നു. 10 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത്. ഞാൻ എന്റെ സ്വപ്നമാണ് ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞുള്ള ജീവിതം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ സ്വപ്നം കാണുന്നതാണ്. ആ സ്വപ്നമാണ് ഇന്ന് ജീവിക്കുന്നത്. ആ സ്വപ്നത്തിൽ ഇപ്പോൾ 2 പുതിയ ആൾക്കാരുണ്ട്, പിള്ളേർ. അതില് ഒരു അച്ചീവ്മെന്റ് എന്നല്ല പറയേണ്ടത്. സിനിമ എനിക്ക് എത്രത്തോളം സന്തോഷം തരുന്നുണ്ടോ അതുപോലെ തന്നെ എന്റെ കുടുംബവും എനിക്ക് സന്തോഷം തരുന്നതാണ്. ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചതിലും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ശേഷം ജീവിച്ചു കഴിഞ്ഞു. 15-ാം വയസ്സിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ രണ്ടാൾക്കും 35 വയസ്സായി. 15 കൊല്ലം പരസ്പരം കണ്ടുമുട്ടാതെ ജീവിച്ചുവെങ്കിൽ അതിനുശേഷമുള്ള 20 വർഷം പ്രണയവും അതിനുശേഷം വിവാഹം കഴിച്ചും ജീവിച്ചു. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും അടിയുണ്ടാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. 2014 ടൊവിനോയും ലിഡിയയും വിവാഹിതരാകുന്നത്. 2 മക്കളാണ് ദമ്പതിമാർക്കുള്ളത്. തന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ടൊവിനോ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി പങ്കുവെക്കാറുണ്ട്. അതേസമയം അജയന്റെ 2ാം മോഷണമാണ് ടൊവിനോയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു. ഐഡന്റിറ്റിയാണ് പുതിയ സിനിമ. അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തൃഷ, വിനയ് റായ്, അർച്ചന കവി, റബ, മോണിക്ക ജോൺ, അജു വർഗീസ് തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. ജനുവരി 2-നാണ് സിനിമയുടെ റിലീസ്.